ശ്രീ റോയ്, എന്തായാലും വഖഫ് ഭൂസംരക്ഷണ സമിതിയുടെ തനി നിറം പുറത്തായിരിക്കുന്നു. ചർച്ച് ഭൂമി കയ്യേറി, അതുപോലെ താങ്കളെപ്പോലുള്ള പാവപ്പെട്ടവരും ഭൂമി കയ്യേറി എന്നൊരു നിലപാടിലാണ് ഇപ്പോൾ അവരെത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെയൊന്നും കുടിയൊഴിപ്പിക്കില്ല എന്ന് ഇതുവരെ പറഞ്ഞത് വെറും വാക്കാണെന്ന് ബോധ്യപ്പെട്ടല്ലോ. അല്ല, അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഞാൻ ഇവരുടെ ചാനൽ ചർച്ചകള് മുജീബ് റഹ്മാനായിട്ട് അനിൽ സാർ ഓർക്കുന്നതെന്ന് അറിയില്ല, നമ്മുടെ തന്നെ ആ മൊനമ്പം ബീച്ചിൽ ഒരു ചർച്ച നടത്തിയാണ്. അന്ന് അദ്ദേഹം പറഞ്ഞ മനോഹരമായ ഒരു വാക്കുണ്ട്, ഇവിടെ ഏതെങ്കിലും ഉള്ള മുസ്ലിം സഹോദരങ്ങൾ നിങ്ങളുടെ വീടുകളിൽ വന്ന് പറഞ്ഞു വന്ന്. സഹോദരൻ, ഞാൻ അന്ന് താങ്കൾക്ക് തന്ന മറുപടി ഉണ്ട്, അവിടെയുള്ള നല്ല മുസ്ലിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ ഒപ്പമാണെന്ന്. അതുകൊണ്ടല്ലേ SDPIക്കാർ ഞങ്ങളുടെ വികാരത്തിന്റെ റൂമിൽ വന്നിരുന്ന സമരപ്പന്തലിൽ വരാതെ SDPIക്കാർ ആ റൂമിൽ വന്നിരുന്ന ചർച്ച നടത്തിയത്, വാഗ്ദാനങ്ങൾ നൽകിയത്. എന്നിട്ട് 2 ദിവസം മുമ്പ് പ്രസ് ക്ലബിൽ വെച്ചിട്ട് ഞങ്ങൾ പറഞ്ഞു, അതായത് അന്ന് ചർച്ച നടത്തിയ ഞങ്ങളുടെ വികാരിയത്തിനും ബെന്നി ജോസഫും പാലക്കൽ സഭാസങ്ങളും ഞങ്ങളുടെ നേതാക്കൾ പറഞ്ഞത് അവിടെ കയ്യേറ്റക്കാരുണ്ടെന്ന്. അത്രയ്ക്ക് നോണ പറയുന്ന ഒരു വർഗത്തിന്റെ ഒപ്പമാണ് മുജീബ് റഹ്മാൻ നിൽക്കുന്നത്. അല്പമെങ്കിലും നാണമുണ്ടെങ്കിൽ ആ പ്രസ്താവന ഒന്ന് പിൻവലിക്കാൻ. ജീവിക്കാൻ വേണ്ടി സമരം ചെയ്യുന്ന, ജനിച്ച മണ്ണിൽ ജീവിക്കണം മരിക്കണമെന്ന് ആഗ്രഹമുള്ള മനുഷ്യർ ആരെങ്കിലും പറയുന്ന വാക്കാണോ? അവിടെ വന്നത് ഞങ്ങൾ വികാരപരമല്ല എന്താണെന്നുള്ള താങ്കൾ അടക്കം ജനുവരി 4-ാം തീയതി അവിടെ വന്നാലേ നമ്മുടെ തമ്മിൽ സംസാരിച്ചതല്ലേ. ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ, ഇതേ ഒരു ആവശ്യമായി നിങ്ങളുടെ ഒരു സമുദായത്തിൽ ഇങ്ങനെ ഒരു കാര്യം നടക്കണമെങ്കിൽ ഞങ്ങളെപ്പോൾ ആളുകൾ നിങ്ങളുടെ അവിടെ വരാൻ ധൈര്യപ്പെടില്ല. ഞങ്ങൾ വികാരപരമായിട്ടില്ല, ഞങ്ങൾ നിയമത്തിന് അതീതമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. താങ്കൾ പറഞ്ഞല്ലോ ഫാറൂഖ് കോളേജിനെതിരെ കേസ് കൊടുക്കാൻ കാരണം എന്താ? ഞങ്ങളെ കൊണ്ട് വലയറ്റടിക്കാനാ? ഫാറൂഖ് കോളേജിന് അനുകൂലമായിട്ടുള്ള വിധി പറഞ്ഞത് ഈ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥയാണ്. ഒരു സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അന്ന് തന്നെ ചെയ്യായിരുന്നില്ല. നിങ്ങൾ ചെയ്ത 1902 മുതലുള്ള ചതി, 1946, 48, 50 ഇപ്പോഴും തുടരുന്ന ചതി. നിങ്ങൾ എന്താ ചെയ്തത്? നിങ്ങൾക്കത് വഖഫ് ആക്ട് പ്രകാരം വേണമെങ്കിൽ ചെയ്യാമായിരുന്നിട്ടും അത് മറച്ചു വെച്ചിട്ട് അന്നുണ്ടായിരുന്ന തേജസ് പത്രത്തിൽ ഇതിനെക്കുറിച്ച് എഴുതുകയും VS അച്യുതാനന്ദ സമയത്ത് നിസാർ കമ്മീഷന് അതും വളരെ പിക്ക് ചെയ്താണ്. ആ കമ്മീഷൻ കഴിഞ്ഞ ദിവസം പ്രസ്താവന അറിയാലോ, ദൈവത്തിന്റെ ഭൂമി സംരക്ഷിച്ചതിന് എനിക്ക് ചാരിതാർത്ഥ്യമുണ്ടെന്ന്. എങ്ങനെയുണ്ട്? ഇത് മുഴുവൻ ചതിയുടെ കഥയാണ്. ആ ചതിയിൽ നിങ്ങൾ ഇപ്പോഴും പെട്ടു നിൽക്കുകയാണ്. ആർജവമുണ്ടെങ്കിൽ, വിശ്വസിക്കുന്ന ദൈവത്തില് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ തന്നെ പറയുന്നുണ്ട് പാവപ്പെട്ട മനുഷ്യർന്ന് അവർക്കുള്ള ഭൂമി വിട്ടുകൊടുത്തിട്ട് ആ ദൈവത്തിലുള്ള വിശ്വാസം ഒന്നുകൂടെ അടിയുറപ്പിക്കുക. അതാണ് ചെയ്യേണ്ടത് മുജീബ് റഹ്മാൻ. അല്ലാതെ ഞങ്ങളെ കൊണ്ട് ചാടിക്കാൻ വേണ്ടി എന്തൊരു മനോഹരമായിട്ടാണ് ഏതെങ്കിലും ഒരു വണ്ടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്ഥലം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യുമെന്ന് പറഞ്ഞത്. വഖഫ് ആക്ട് പ്രകാരം വഖഫ് ബോർഡിന് ഇത് ചെയ്തുകൂടെ? ഞങ്ങൾ ഉദ്ദേശിക്കുന്നതിന് പകരം എന്തെങ്കിലും ഈ നാട്ടിലെ നിയമങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടോ? ഏതെങ്കിലും നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ചെയ്തത്? നിങ്ങൾ തന്നെ പറഞ്ഞ് 12 റിസോർട്ടുകാർക്ക് നോട്ടീസ് കൊടുത്തിട്ടുള്ളത്. ഞാൻ അവിടുത്തെ എനിക്ക് 12 സെന്റ് സ്ഥലമുള്ളത്, എനിക്കൊരു നോട്ടീസ് കിട്ടിയിട്ടില്ല. ഞാൻ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കണം കഴിഞ്ഞ 3 വർഷമായിട്ട്. അത് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. അപ്പൊ വഖഫാറ്റാണ് ഞങ്ങൾക്ക് എതിരാളികൾ എന്ന് പറയുമ്പോൾ വഖഫാറ്റിനെ ഞങ്ങൾ കടലിൽ കെട്ടിത്താത്തിയത്. അതിന്റെ അകത്ത് മാറ്റേണ്ട നിയമങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മൊനമ്പക്കാർക്ക് വേണ്ടി മാത്രമല്ല, വഖഫ് ആക്ടിലെ കിരാത നിയമത്തിനെതിരെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. താങ്കൾക്ക് അത് വരുന്നുണ്ടല്ലോ, ഞങ്ങൾക്ക് പള്ളി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. ഞാനത് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, എന്തുകൊണ്ട് നിങ്ങൾക്ക് മറ്റെല്ലാം ഹറാമാണ്, പള്ളി ഹറാമാണ് നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ളത്. ഇനി താങ്കളുടെ ഒരു കാര്യം മനസ്സിലാക്കുക, 2 ഏക്കറിൽ പള്ളി ഇരിക്കുന്നുണ്ട്, ശരിയാണ്, 25 സെന്റിലായിരിക്കാം പള്ളി. അതിന് ചുറ്റുമുള്ള കുറച്ച് വീടുകൾ വാങ്ങിച്ചിട്ടുണ്ട്. എന്റെ അയൽവാസികളുടെ വീട് മേടിച്ചിട്ടുണ്ട്. കഥ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ കഥ പറയുമ്പോൾ കളവ് പറയുമ്പോൾ കുറച്ചും കൂടി നല്ല രീതിയിൽ പറയുക. ഇനി ഞങ്ങൾ ഒരിക്കലും വികാരപരമായിട്ട് പെരുമാറാത്തതിന്റെ പേരിൽ തന്നെയാണ് ആ സമരം. ഇനി പള്ളിമുറ്റത്ത് സമരം നടത്താൻ താങ്കളുടെയോ അല്ലെങ്കിൽ താങ്കളെ പ്രതിദാനം ചെയ്യുന്ന മറ്റ് സംഘടനകളുടെ അവകാശമില്ല. ഞങ്ങളുടെ പള്ളിയുടെ മുറ്റത്ത് സമരമല്ല നടത്തുന്നുള്ളൂ, വേറെ ഒന്നും ചെയ്യുന്നില്ല അവിടെ. അത് എന്തുകൊണ്ടാണ്? ആ പള്ളി ഉൾപ്പെടുന്ന അംഗങ്ങളാണ് അവിടെ കൂടുതലുള്ളത്. മറ്റ് ഹിന്ദു സഹോദരങ്ങൾക്കില്ലാത്ത ബുദ്ധിമുട്ടൊന്നും താങ്കൾക്ക് വേണ്ട. പിന്നെ എന്തുകൊണ്ട് വേറെ സമുദായങ്ങളില്ല എന്നുള്ളതിന് ഞാൻ ഇവിടെ ചാനൽ ചർച്ചയിൽ പറയുന്നില്ല, അതെല്ലാം വലിയ കഥകളാണ്. പണ്ട് എന്റെ ബാല്യവും യൗവനവും എല്ലാം കളഞ്ഞ ഒരു ഫാറൂഖ് ആയിരുന്നെങ്കിൽ ഇതാ വന്നിരിക്കുന്നു. ഇതിങ്ങനെ പല വിധത്തിൽ വേഷം മാറി വരികയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു നാടകം അവതരിപ്പിച്ചിരുന്നു. ചതിയുടെ മേൽക്കുപ്പായി ഇട്ട് വരുന്ന കുറെ ആളുകളാണ്, കുറെ സേട്ടുമാരായിരുന്നു, പിന്നെ ഫാറൂഖ് കോളേജായിരുന്നു, ഇപ്പൊ ഇതും വന്നിരിക്കുകയാണ്. ഞങ്ങളെ എങ്ങനെ ജീവിക്കുക? നാളെ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കല്ലോ, നിങ്ങളൊരു നല്ല തീരുമാനം എടുക്കുക. സ്വാതന്ത്ര്യ ഇന്ത്യയിലും മതേതരത്വത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഒരു തീരുമാനം എടുക്കുക. ഈ പാവപ്പെട്ട മനുഷ്യർ നിങ്ങൾ പല പ്രാവശ്യം പറഞ്ഞല്ലോ, സംസാരത്തിന്റെ ആരംഭത്തില് പാവപ്പെട്ട മനുഷ്യരെ അവിടെ നിലനിർത്തണമെന്ന് പറഞ്ഞ മനുഷ്യൻ 10 സെന്റൻസ് കഴിഞ്ഞപ്പോൾ ഇറക്കി വിടണമെന്ന് പറയുന്നത്. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ പാവപ്പെട്ട മനുഷ്യർ ഞങ്ങൾ ഇങ്ങനെയെങ്കിലും സംസാരിക്കുന്നത് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ വിവേകത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ്.
അതുകൊണ്ട് അവിടെ ഒരു വർഗീയതയില്ല. അങ്ങോട്ട് ഇനി വർഗീയത പറഞ്ഞ് വരാനും പറ്റില്ല കേട്ടോ. അത് വളരെ കൃത്യമായിട്ട് പറയാത്ത കാര്യങ്ങൾ കാര്യം തന്നെ പറയുന്നത്. അവിടെ ഒരു വർഗീയതയില്ല. വർഗീയത ഇനി കൊണ്ടുവരാൻ ശ്രമിക്കരുത്. നിങ്ങളുടെ ഇപ്പൊ ഉള്ള നിങ്ങളുടെ എല്ലാം വഖഫിന്റെ ചാർജുള്ള മന്ത്രിയാണ് ഇത് ആദ്യം വർഗീയത എന്ന് പറഞ്ഞത് ഞങ്ങളുടെ വൈദികർക്കെതിരെ. ഭരണസ്വാധീനം ഉപയോഗിച്ച് വിനീതനായ ഞാനൊന്നുമല്ല. വർഗീയത നിങ്ങളുടെ ഒത്തിരി പച്ചയായ വർഗീയത പറയുന്നത് പച്ചയായ വർഗീയവാദിയായ പി സി ജോർജ് ഉൾപ്പെടെയുള്ള ആളുകളെ കൊണ്ടുവന്ന് വർഗീയത പറയിപ്പിക്കുന്നത് നിങ്ങൾ തിരിച്ച് ഞങ്ങളിലേക്ക് ആരോപിക്കരുത്. നിങ്ങളാണ് അവിടുന്ന് വഖഫിനെതിരെയും മുസ്ലിങ്ങൾക്കെതിരെയും മുദ്രാവാക്യം വരുന്നത് സമരപ്പന്തലിൽ നിന്നാണ്. മുജീബ് റഹ്മാൻ 100 ദിവസം കഴിഞ്ഞു. മുജീബ് റഹ്മാൻ അവിടെ സമരം തുടങ്ങിയിട്ട് 100 ദിവസം കഴിഞ്ഞു. ഇന്നേ വരെ ഒരു അനിഷ്ട സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഇന്നേ വരെ ഒരു അനിഷ്ട സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ടോ? അതിജീവനത്തിന് വേണ്ടിയുള്ള സമരം, ആ സമരം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും തികഞ്ഞ ആത്മാർത്ഥതയോടുകൂടി ഒരക്ഷരം അല്ലെങ്കിൽ പ്രകോപനപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇടപെടൽ ഈ സമരസമിതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? തുറന്ന് പറയാൻ പറ്റുമോ അത് മുജീബ് റഹ്മാൻ?